നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരാൾ ഒരു ഭൂമിയിലൂടെ സഞ്ചരിക്കവേ മേഘത്തിൽ നിന്നും ഒരു ശബ്ദം കേട്ടു, ഇന്നയാളുടെ തോട്ടം നീ നനയ്ക്കൂ. അങ്ങനെ ആ കാർമേഘം അവിടെ നിന്നു തെന്നിമാറി ഒരു ചരൽ പ്രദേശത്ത് അതിലുള്ള വെള്ളം ചൊരിഞ്ഞു. അവിടെയുള്ള തോടുകളെല്ലാം ആ വെള്ളം മുഴുവൻ സ്വീകരിച്ചു. ആ ശബ്ദം കേട്ട വ്യക്തി ആ വെള്ളത്തെ പിന്തുടർന്നു. അപ്പോൾ ഒരാൾ തന്റെ തോട്ടത്തിൽ നിൽക്കുന്നതായി കണ്ടു. അദ്ദേഹം മൺവെട്ടികൊണ്ട് വെള്ളം തിരിച്ചു വിടുകയാണ്. ആഗതൻ തോട്ടക്കാരനോട് ചോദിച്ചു, അല്ലാഹുവിന്റെ ദാസ, നിന്റെ പേരെന്താണ്? അദ്ദേഹം തന്റെ പേര് പറഞ്ഞു. മേഘത്തിൽ നിന്ന് കേട്ട അതേ പേര്. തോട്ടക്കാരൻ ചോദിച്ചു, അല്ലാഹുവിന്റെ ദാസ, നീ എന്താണ് എൻ്റെ പേര് ചോദിക്കുന്നത്? അദ്ദേഹം മറുപടി പറഞ്ഞു, ഈ വെള്ളം വഹിച്ചു കൊണ്ടുവരുന്ന മേഘത്തിൽ നിന്ന് ഞാനൊരു സന്ദേശം കേട്ടു. നിന്റെ പേരുള്ള വ്യക്തിയുടെ തോട്ടം നനയ്ക്കാനാണ് അതിൽ പറയുന്നത്. ഇത്രമാത്രം പരിഗണന ലഭിക്കാൻ ഇവിടെ താങ്കൾ എന്ത് സുഹൃതമാണ് ചെയ്യുന്നത്? തോട്ടക്കാരൻ പറഞ്ഞു, നീ ചോദിച്ചതുകൊണ്ട് മാത്രം ഞാൻ പറയുന്നു. കാര്യം ഇതാണ്, ഈ തോട്ടത്തിൽ നിന്ന് ഉൽപ്പന്നങ്ങളെ 3 ഭാഗിക്കുന്നു. 1/3 ഞാൻ ധർമ്മം ചെയ്യുന്നു, 1/3 ഞാനും കുടുംബവും ഭക്ഷിക്കുന്നു, 1/3 അതിൽ തന്നെ വിളവെറുക്കുകയും ചെയ്യുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു, അല്ലാഹു ഒരു വ്യക്തിയെ തൃപ്തിപ്പെട്ടു കഴിഞ്ഞാൽ അവന് എന്തും ചെയ്തു കൊടുക്കുമെന്ന്.